കണ്ണൂർ കരിക്കോട്ടക്കരയിൽ ചെരിഞ്ഞ കാട്ടാനയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന്. മയക്ക് വെടിവെച്ച് പിടികൂടിയ കുട്ടിയാന ചെരിഞ്ഞ സംഭവത്തിൽ വനംവകുപ്പിന്റെ അന്വേഷണം തുടങ്ങി. ജനവാസ മേഖലയിൽ നിന്ന് മയക്ക് വെടിവെച്ച് പിടികൂടിയ കുട്ടിയാന ഇന്നലെ രാത്രിയാണ് ചെരിഞ്ഞത്. അരുൺ പൂപ്പറമ്പയുണ്ട് വിശദാംശങ്ങളുമായി ഇപ്പോൾ ആറളം വളയംചാലിലെ RRT കേന്ദ്രത്തിൽ നിന്ന്. എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ വനംവകുപ്പ് സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ? അരുൺ. ഉന്മേഷ്, ഈ കുട്ടിയാന ചെരിഞ്ഞതുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കണ്ണൂർ DFO കാണാം അന്വേഷണ ചുമതല. ഉത്തരമേഖല CCF ആണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഇന്നലെ രാത്രി 9 മണിയോടെയാണ് ഈ കുട്ടിയാന കരിക്കോട്ടക്കരയിൽ നിന്നും മയക്കുവെടി വെച്ച് പിടികൂടിയ കുട്ടിയാന ചെരിഞ്ഞത്. മയക്കുവെടി വെക്കുന്ന സമയത്ത് തന്നെ ഇന്നലെ തന്നെ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഈ കുട്ടിയാനക്കുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് പിന്നീട് ഈ ചികിത്സയ്ക്ക് വേണ്ടി ഞാനിപ്പോൾ നിൽക്കുന്ന വളയഞ്ചാലിലെ ഈ ചികിത്സാ കേന്ദ്രത്തിലേക്ക് RRTയുടെ കേന്ദ്രത്തിലേക്ക് കുട്ടിയാനെ എത്തിച്ചത്. പക്ഷേ രാത്രിയോടെ ചികിത്സക്കിടെ തന്നെ ഈ ആന ചെരിഞ്ഞു എന്ന വിവരമാണ് പുറത്തു വന്നത്. 11 മണിയോടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. ഇവിടെ തന്നെയായിരിക്കും ആനയുടെ ജഡം സംസ്കരിക്കുന്നത്. ഇന്നലെ അവരുടെ പ്രാഥമിക പരിശോധനയിൽ ഇത് പടക്കം പൊട്ടിയാണ്, പടക്കം കടിച്ചാണ് ഈ മുറിവ്, ഈ ഗുരുതരമായ ആഴത്തിലുള്ള മുറിവ് ഈ കീഴ്ത്താടിയലിനുണ്ടായത് എന്ന് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ വിശദമായ അന്വേഷണമാണ് വനം വകുപ്പ് ആരംഭിച്ചിട്ടുള്ളത്. കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കും എന്ന് തന്നെയാണ് വനം വകുപ്പ് ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്.